എൻട്രൻസിൽ നല്ല റാങ്ക് കിട്ടിയിട്ടും ഡോക്ടറാകാനുള്ള നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഈ അച്ഛനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ മോളെ. അവൾ ഒരു വർഷം കൂടി നോക്കട്ടെ, അടുത്ത വർഷം ഗവൺമെന്റ് സീറ്റ് തന്നെ മേടിക്കും അല്ലേ മോളെ? എൻട്രൻസിന് നല്ല റാങ്ക് മേടിച്ച അർച്ചനയുടെ വീടല്ലേ ഇത്? അതെ. എന്താ? അർച്ചനയുണ്ടോ ഇവിടെ? അച്ചു, അർച്ചന നല്ല പഠിക്കുന്ന കുട്ടിയായിട്ടും അഡ്മിഷനൊന്നും ശരിയായില്ല അല്ലേ? എന്തു പറ്റി? എന്താ മുഖത്തൊരു വിഷമം? അത് ഇവളുടെ റാങ്ക് വെച്ച് ഗവൺമെന്റ് കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിപ്പിക്കാന്ന് വെച്ചാൽ അത് വലിയ ചെലവുള്ള കാര്യമാണ്. സാർ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതുപോലെ പഠിക്കാൻ കഴിവും താല്പര്യമുള്ള കുട്ടികളെ സഹായിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഞങ്ങളുടെ ബാങ്കുകൾക്കുള്ളത്. പണമാണ് പ്രശ്നമെങ്കിൽ സാർ ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. സാർ ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ അടുത്തുള്ള കോളേജിൽ തന്നെ ഒരു അഡ്മിഷൻ ശരിയാക്കാം. എന്ത് പറയുന്നു? ഓക്കെ അല്ലേ? തട്ടി വീണതായിരിക്കും അല്ലേ? നോക്കട്ടെ. ഇതൊരു ചെറിയ ഇഞ്ചുറി ഉള്ളൂ. ഒന്ന് ഡ്രസ് ചെയ്ത് വിട്ടാൽ മതി സിസ്റ്ററെ. ഫോൺ എടുക്കാനും മറന്നു. ഇന്ന് ഈ ദിവസം മൊത്തം ഞാൻ ഇവിടെ നിന്ന് എന്നാ കാണിക്കും? ഓ, ചെറിയ മുറിവാ. മുറിവ് വെച്ച് കെട്ടി തന്നെയാ. ഒരാഴ്ചയ്ക്ക് വന്നാൽ മതി. എന്നാ പോയി ഫോൺ എടുത്തിട്ട് വരാം. സിസ്റ്റർ, ഞാൻ ഇപ്പൊ വരാട്ടോ. ഒന്ന് ഫോൺ എടുത്തിട്ട് ഇപ്പൊ വന്നേക്കാം. അയ്യോ, ഡോക്ടർ ഇപ്പൊ പോയാൽ ഇവിടെ എന്തെങ്കിലും കേസ് വന്നാലോ? സമയമായല്ലോ സിസ്റ്റർ. ഇപ്പൊ വേറെ കേസ് ഒന്നും വരില്ല. ഇനിയിപ്പോ വന്നാൽ തന്നെ സിസ്റ്റർ മാനേജ് ചെയ്യാൻ മതി. ഹലോ, ആ അമ്മേ. ആ, ഞാൻ ഫോൺ എടുക്കാൻ മറന്നമ്മേ, അതാ എടുക്കാഞ്ഞേ. ആ, അച്ഛനെന്തിയാ അമ്മേ? ആ അമ്മേ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. മമ്മിയില്ലല്ലോ. ഞാൻ അപ്ലൈ പറഞ്ഞേ സിസ്റ്റർ, ഈ സമയത്തൊന്നും ആരും വരത്തില്ലെന്ന്. എന്റെ അമ്മോ, ഇപ്പൊ എത്ര മെസ്സേജസാ! ഇത്ര സമയം കൊണ്ട് ഇത്രയോ? എന്തായാലും നോക്കാം.
2 മിനിറ്റ് ബാക്കിയുണ്ട്. ബെല്ലടിച്ചാലും നിർത്തണ്ട, ബെല്ലടിച്ചാലും നിർത്തണ്ട. വിളക്കിൻ്റെ അദൃശ്യമായ ശക്തിയിലേക്ക് പറന്നടക്കുന്ന ഈയാമ്പാറ്റകളുണ്ടോ? അവരറിയുന്നു ഇവരുടെ ജീവിതം നൈമിഷികമാണെന്ന്. മുന്നിൽ വരുന്നവരെ വെറും കേസുകൾ മാത്രമായി കാണാതെ മറ്റാരുടെയൊക്കെയോ ജീവനും സ്വപ്നങ്ങളുമായി തിരിച്ചറിഞ്ഞ് അവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് പ്രയത്നിക്കാം.